Today we will discuss two concepts, pre-emphasis and de-emphasis. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോയ്സ് ട്രയാങ്കിൾ പഠിച്ചിരുന്നു. അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് pre-emphasis and de-emphasis. It has been proved that in FM, the noise has greater effect on higher modulating frequencies. Actually, നമ്മൾ already കണ്ടു കഴിഞ്ഞു. നമ്മുടെ നോയ്സ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസിനെയാണ് അല്ലെ. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ നോയ്സ് ട്രയാങ്കിൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. പ്രീ എംഫസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പാസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസിനെ ബൂസ്റ്റപ്പ് ചെയ്യാം. ഓക്കെ, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ ബൂസ്റ്റ് ചെയ്യണ ഒരു പ്രോസസ്സിനെയാണ് പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി നോയ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽസിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ എംഫസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹൈ പാസ് ഫിൽട്ടർ ആണ്. ഓക്കെ, ഒരു ഹൈ പാസ് ഫിൽട്ടറിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെസിസ്റ്റർ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ FM മോഡുലേറ്ററിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് മുമ്പ്, അതായത് മോഡുലേഷൻ നടത്തുന്നതിന് മുമ്പ് ഒരു ഹൈ പാസ് ഫിൽട്ടർ ഉപയോഗിച്ച് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ, അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ മെസ്സേജ് സിഗ്നലിന്റെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ ബൂസ്റ്റപ്പ് ചെയ്യും. ഈ ബൂസ്റ്റപ്പ് ചെയ്ത സിഗ്നൽസിനെയാണ് നമ്മൾ എന്തിലോട്ട് കൊടുക്കുന്നത്? FM മോഡുലേറ്ററിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രീ എംഫസിസിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സിസ്റ്റം, ഇതാണ് ഹൈ പാസ് ഫിൽട്ടർ, ഇതാണ് നമ്മുടെ FM മോഡുലേറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ സിഗ്നലിന് ആദ്യം ഹൈ പാസ് ഫിൽട്ടറിൽ കൂടെ കടത്തി വിട്ടു, അതിനുശേഷം FM മോഡുലേറ്ററിൽ കൂടെ കടത്തി വിട്ടു, ദെൻ ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഹൈ പാസ് ഫിൽട്ടറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇങ്ങനെയല്ല ഇരിക്കാം. ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിന് ബൂസ്റ്റപ്പ് ചെയ്യും. അതാണ് പ്രീ എംഫസിസ്. അത്രയേ ഉള്ളൂ പ്രീ എംഫസിസ്. അപ്പൊ തീരെ എഴുതുമ്പോൾ എന്ത് എഴുതണം? boost the amplitude of higher frequency modulating signals artificially, then it will be possible to improve the noise immunity at higher modulating frequencies. That is pre-emphasis. So in FM, noise ഏറ്റവും കൂടുതൽ എഫക്ട് ഉള്ളത് ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസിലാണ്. ഓക്കെ, ഈ എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മോഡുലേഷൻ ഇൻഡെക്സ് കൂട്ടണം. നമ്മൾ പറഞ്ഞ MS=1 ആകുമ്പോൾ കൂടുതൽ നോയ്സ് കൂടുതലാണ്, MS=5 ആയപ്പോൾ നോയ്സ് കുറവായിരുന്നു. അപ്പൊ നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് കൂട്ടണം. പക്ഷെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ ΔF/FM ആണ്. മെസ്സേജ് ഫ്രീക്വൻസിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഡീവിയേഷനിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് പ്രീ എംഫസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? ഹൈ ഫ്രീക്വൻസി, ഇത് ഈ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ഹയർ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽസിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. ആ പ്രീ എംഫസിസിനെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഒരു ലോ പാസ് ഫിൽട്ടർ ആണ്. ലോ പാസ് ഫിൽട്ടറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വെച്ചാൽ മതി. ഇതാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാലോ. അപ്പോ അതിന്റെ റീസൺ ആണ് ഈ ലൈൻ കൊടുത്തത്. മോഡുലേറ്റിംഗ് AF സിഗ്നൽ ഈസ് പാസ്ഡ് ത്രൂ എ ഹൈ പാസ് RC ഫിൽട്ടർ ബിഫോർ അപ്ലൈയിങ് ടു ദ FM മോഡുലേറ്റർ. ഒരു FM മോഡുലേറ്ററിലോട്ട് നമ്മുടെ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രീ എംഫസിസ് സർക്യൂട്ട് കൊടുക്കണം. പ്രീ എംഫസിസ് സർക്യൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് എ ഹൈ പാസ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രീ എംഫസിസ്. ഇനി നെക്സ്റ്റ് ഈസ് ഡി എംഫസിസ്. നമ്മൾ ഇൻപുട്ട് സൈഡിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് സൈഡിൽ മാറ്റണം. എന്നാലും നമുക്ക് നമ്മുടെ സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ ട്രാൻസ്മിറ്റർ സൈഡിൽ മോഡുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിസീവർ സൈഡിൽ ഡീമോഡുലേറ്റ് ചെയ്യും.
അതുപോലെ നമ്മൾ ഈ എഫ്എമ്മിന്റെ കേസ് നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ പ്രീ എംഫസിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രീ എംഫസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഹൈ ഫ്രീക്വൻസി മോഡുലേറ്റീവ് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഡി എംഫസിസ് നമ്മൾ റിസീവർ സെക്ഷനിൽ ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ഹൈ പാസ് ഫിൽറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ടു യൂസ് ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, സിമ്പിൾ കൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എഫ് എം ഇൻപുട്ട് എത്തി കഴിഞ്ഞാൽ അത് നമ്മൾ എഫ് എം ഡി മോഡുലേറ്ററിലോട്ട് കൊടുത്തു. ഡി മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് ഒരു ഡി എംഫസിസ് സർക്യൂട്ടിൽ കൊടുക്കണം. അതിന്റെ ലോ പാസ് ഫിൽറ്റർ ആണ്. സോ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ കർവ് എങ്ങനെയായിരിക്കും? ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസിന്റെ കർവ്. സോ വാട്ട് ഈസ് de-emphasis? The artificial boosting given to the high modulating frequencies in the process of pre-emphasis is nullified or compensated at the receiver by a process called de-emphasis. The artificially boosted high frequency signals are brought to their original amplitude using the de-emphasis circuit. De-emphasis circuit use ചെയ്തിട്ടാണ് original amplitude മടക്കിക്കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഫ് എം ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.